ഹായ് മക്കളെ, വഹാദിൻ സാറാണ്. +2 അക്കൗണ്ടൻസിയിലെ അഡ്മിഷൻ ഓഫ് എ പാർട്ണർ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്നും എക്സാമിനേഷൻ ചോദിക്കാൻ ചാൻസ് അല്ല. കുറച്ച് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് പരിചയപ്പെട്ടാലോ? വാ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. റീകോൺസില്യൂഷൻ ഓഫ് എ പാർട്ണർഷിപ്പ് ഹാപ്പൻസ് അറ്റ് ദ ടൈം ഓഫ്. എപ്പോഴാണ് റീകോൺസില്യൂഷൻ സംഭവിക്കുക? ഓപ്ഷൻ എ അഡ്മിഷൻ ഓഫ് എ പാർട്ണർ, ഓപ്ഷൻ ബി റിട്ടയർമെന്റ് ഓഫ് എ പാർട്ണർ, ഓപ്ഷൻ സി ഡെത്ത് ഓഫ് എ പാർട്ണർ ആൻഡ് ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദീസ്. എപ്പോഴാ? ഓൾ ഓഫ് ദീസ്. കാരണം അഡ്മിഷനിലും റിട്ടയർമെന്റ് എത്തും. മൂന്ന് സിറ്റുവേഷൻസിൽ എന്ത് സംഭവിക്കും മക്കളെ? റീകോൺസില്യൂഷൻ സംഭവിക്കും. സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഓൺ അഡ്മിഷൻ ഓഫ് എ പാർട്ണർ ദ സാക്രിഫൈസിംഗ് റേഷ്യോ വിൽ ബി. അതായത് ഒരു പാർട്ണർ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും സാക്രിഫൈസിംഗ് റേഷ്യോ? ഓപ്ഷൻസ് എ ഓൾഡ് റേഷ്യോ, ബി ഈക്വൽ സാക്രിഫൈസ്, സി സ്പെസിഫൈഡ് റേഷ്യോ ആൻഡ് ഡി എനി ഓഫ് ദീസ്. ഏതാ മക്കളെ ആൻസർ? എനി ഓഫ് ദീസ്. കാരണം ചില സിറ്റുവേഷൻസിൽ അതെന്തായിരിക്കും? ഓൾഡ് റേഷ്യോ ആയിരിക്കും, ചില സിറ്റുവേഷൻ അത് ഈക്വൽ സാക്രിഫൈസ് ആയിരിക്കും, ചില സിറ്റുവേഷൻസിൽ എഗ്രീഡ് റേഷ്യോ ആയിരിക്കും. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? സോ മൂന്നും ആവാൻ എന്തുണ്ട് മക്കളെ? സാധ്യതയുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ. ദ പ്രൊപ്പോർഷൻ ഇൻ വിച്ച് എക്സിസ്റ്റിംഗ് പാർട്ണർ സറണ്ടർ ദ ഷെയർ ഓഫ് പ്രോഫിറ്റ് ഇൻ ഫേവർ ഓഫ് ന്യൂലി അഡ്മിറ്റഡ് പാർട്ണർ ഈസ് കോൾഡ്. അതായത് പുതുതായിട്ടൊരു പാർട്ണർ അഡ്മിറ്റ് ചെയ്താൽ അയാൾക്ക് നമ്മൾ കൊടുക്കുന്ന ഓൾഡ് പാർട്ട്നേഴ്സ് അദ്ദേഹത്തിന് പുതിയ പാർട്ണർ കൊടുക്കുന്ന ഷെയറിനെ വിളിക്കുന്ന പേരെന്താ? ദാറ്റ്സ് കോൾഡ് സാക്രിഫൈസിംഗ് റേഷ്യോ. പറഞ്ഞ കാര്യം ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ്. ദ പ്രസന്റ് വാല്യൂ ഓഫ് എ ഫേം ആന്റിസിപ്പേറ്റഡ് എക്സസ് ഏർണിംഗ് ഇസ് ഗുഡ് വിൽ ആണ്. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? എന്താണ്? ഗുഡ് വിൽ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ദ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് ആവറേജ് പ്രോഫിറ്റ് ഓഫ് എ ബിസിനസ് ഈസ് 5 lakh. അതായത് ഒരു ഫേമിന്റെ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് ആവറേജ് പ്രോഫിറ്റ് എത്ര മക്കളെ? 5 ലക്ഷമാണ്. എന്നാൽ ടോട്ടൽ നെറ്റ് ഓഫ് ദി ബിസിനസ് ഈസ് 4,20,000. 4,20,000 രൂപയാണ് എന്ത്? നെറ്റ് അസറ്റ്. അങ്ങനെയാണെങ്കിൽ ഗുഡ് വിൽ ഓഫ് ദ ബിസിനസ് എത്രയായിരിക്കും ഉണ്ടാവുക? 80,000 rupees ആയിരിക്കും ഉണ്ടാവുക. എത്രയാണ്? 80,000 രൂപയായിരിക്കും എന്ത് മക്കളെ വരാ? ഗുഡ് വിൽ വരാ. അടുത്ത ക്വസ്റ്റ്യൻ. ഗുഡ് വിൽ ബോട്ട് ബൈ ഇൻകമിംഗ് പാർട്ണർ ഇൻ ക്യാഷ് ഈസ് ക്രെഡിറ്റഡ് ടു ഡാഷ്. അതായത് ഒരു പാർട്ണർഷിപ്പ് ഫേമിലേക്ക് അഡ്മിറ്റ് ചെയ്താൽ അദ്ദേഹം കൊണ്ടുവരുന്ന ഗുഡ് വില്ലിനെ അത് ആര് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യും, അല്ലെങ്കിൽ എവിടേക്ക് ക്രെഡിറ്റ് ചെയ്യും? എവിടെയൊക്കെ മക്കളെ ക്രെഡിറ്റ് ചെയ്യുക? ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഏത് റേഷ്യോയിലേക്കും ക്രെഡിറ്റ് ചെയ്യല്? സാക്രിഫൈസിംഗ് റേഷ്യോയിലേക്കും ക്രെഡിറ്റ് ചെയ്യുക. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം, ഒരു പാർട്ണർ അഡ്മിറ്റ് ചെയ്താൽ അയാൾ ഗുഡ് വില്ല് കൊണ്ടുവരണം അല്ലേ? അപ്പൊ ആ ഗുഡ് വില്ല് ഏത് റേഷ്യോയിലെ കൊടുക്കേണ്ടത്? സാക്രിഫൈസിംഗ് റേഷ്യോയിൽ ഓൾഡ് പാർട്ട്നേഴ്സിന് കൊടുത്തിരിക്കണം. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? സോ സെറ്റ്. വീണ്ടും കാണാം. ഓൾ ദി ബെസ്റ്റ്.